ഇനി നമ്മൾ പോകുന്നത് തവനൂരിലേക്കാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പല സീറ്റുകളും വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ ഇതാ തവനൂർ സീറ്റ് മുസ്ലിം ലീഗിന് നൽകരുത് എന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് ഉയരുകയാണ്. കോൺഗ്രസിന് പ്രാദേശിക നേതൃത്വം ആണ് ഇത്തരത്തിൽ ഒരു ആവശ്യം അല്ലെങ്കിൽ വിമർശനവും എതിർപ്പും മുന്നോട്ട് വെക്കുന്നത് എന്നതാണ്. തവനൂർ മുസ്ലിം ലീഗിന് നൽകരുത് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം എന്ന വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതായത് പ്രാദേശികമായ പ്രവർത്തകരുടെ വികാരത്തെ കണക്കിലെടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഇവിടെ ഇതാ ഈ വിജയസാധ്യതയിലേക്ക്, അതായത് 2021 നിന്ന് താരതമ്യം ചെയ്യുമ്പോൾ 2026 എത്തുമ്പോൾ വലിയ വിജയസാധ്യതയാണ് ഉള്ളത് എന്ന ഒരു നിരീക്ഷണം പൊതുവിൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള PT അജയ് മോഹൻ ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. തവനൂരിൽ മാത്രമല്ല, പൊന്നാനിയിലും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പ്രാദേശികമായി അവരുടെ പ്രവർത്തകരുടെ വികാരം നേതൃത്വം കണക്കിലെടുക്കണം എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറിയും മലപ്പുറം UDF ചെയർമാനുമായ PT അജയ് മോഹനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. മലപ്പുറം ജില്ലയിലെ തവനൂരും പൊന്നാനിയുമാണ് കോൺഗ്രസ് സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും അധികം പേരുകളുള്ള രണ്ട് മണ്ഡലങ്ങൾ. രണ്ടിടങ്ങളിലും താങ്കളും സജീവമായിട്ട് തന്നെ ഈ ഒരു പ്രവർത്തനത്തിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കാണുന്നത്? ഇത്തവണ മലപ്പുറം ജില്ലയിൽ 16 സീറ്റിലും 16 UDF ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ സ്ഥാനാർത്ഥി പട്ടിക KPCC ലിസ്റ്റിൽ അത് കുറേ ആൾക്കാർ കഴിവുള്ളവരെ പരിഗണിക്കാൻ പറ്റുന്നവരുടെയൊക്കെ പേരുകളുണ്ടായിരിക്കും. ഇതിൽ പാർട്ടി ആരും തീരുമാനിക്കുന്നു ആ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ വിജയിക്കുക. കഴിഞ്ഞ തവണ തവനൂരിലും പൊന്നാനിയിലും സ്ഥാനാർത്ഥി നിർണ്ണയം അല്പം പാളി എന്നൊരു വിമർശനം പലപ്പോഴും ഉയർന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് ചോദിച്ചാൽ അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അന്നൊരു LDFന് അനുകൂലമായൊരു തരംഗം വന്നുകൊണ്ട് പോയെന്ന് എനിക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ജലീൽ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജയിച്ചത് അല്ലേ. അപ്പം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയൊരു പാളിച്ച എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. ഇത്തവണയായിട്ട് വളരെ നേരത്തെ തന്നെ പൊന്നാനി കേന്ദ്രീകരിച്ച് KP നൗഷാദ് അലി പോലുള്ളവർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. തവനൂരിലും പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സാധ്യതയുണ്ടെന്ന് കരുതാൻ കഴിയും. അത്തരത്തിൽ ഉറപ്പുകൾ എന്തെങ്കിലും പാർട്ടിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ? പാർട്ടി ആർക്കും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. പിന്നെ KP നൗഷാദ് അലി മുൻകൂട്ടി പ്രവർത്തിക്കുന്നതൊക്കെ പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണ്. പാർട്ടിക്ക് ശക്തമായ ഒരു പേരുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറി നൽകി പ്രവർത്തിക്കുന്നു. അതിലൊക്കെ നല്ലതാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ആര് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാലും അതൊക്കെ പാർട്ടിക്ക് ഗുണകരമായിട്ടല്ലേ സംഭവിക്കുക. അപ്പോൾ ഞാൻ ഇത്ര കാലം ഇവിടെ പ്രവർത്തിച്ചു, എൻ്റെ പ്രവർത്തനം പാർട്ടിക്ക് ഗുണകരമായിട്ടാണ്. KP നൗഷാദ് അലി 2 വർഷമായി പ്രവർത്തിക്കുന്നു, അതും പാർട്ടിക്ക് ഗുണകരമാണ്. അദ്ദേഹത്തിന് പാർട്ടി 2025 മിഷൻ 2025 അതിൻ്റെ ചാർജ് കൊടുത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഇവിടെ വന്നു പ്രവർത്തനം തുടങ്ങി. അതൊക്കെ നല്ലതാണെന്നുള്ള അഭിപ്രായമാണ്. അല്ല, സീറ്റ് ഉറപ്പിക്കാതെ ഏറനാട്ടിൽ നിന്നും ഇവിടെ വന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അല്ല, ഏറനാടൊക്കെ മുസ്ലിം ലീഗ് ഒക്കെ മത്സരിക്കുന്നതല്ലേ. ഇവിടെയല്ലേ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സീറ്റ്. അപ്പോൾ ആ സീറ്റ് കഴിഞ്ഞ 25 വർഷമായിട്ട് പരാജയപ്പെടുന്ന സീറ്റല്ലേ. അപ്പോൾ ആര് നിന്നാലും വിജയിക്കാനുള്ള പ്രവർത്തനമല്ലേ ആരായാലും നടത്തുന്നത്. KP നൗഷാദ് അലി ആയാലും ഞാനായാലും നടത്തുന്നത് X or Y പാർട്ടി ആരെ തീരുമാനിച്ചു ആ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള പ്രവർത്തന, നെഗറ്റീവ് പ്രവർത്തനം അല്ലല്ലോ. അതൊക്കെ പോസിറ്റീവ് അല്ലേ. ഈ ഒരു രണ്ട് തവനൂരിലും പൊന്നാനിയിലും ഇവിടെ നിന്നുള്ളവർ തന്നെ സ്ഥാനാർത്ഥികളാവണമെന്നൊരാവശ്യം പലപ്പോഴും പ്രാദേശികമായിട്ട് പല കോൺഗ്രസ് പ്രവർത്തനങ്ങളും ഉയർന്നു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു നിലപാടുണ്ടോ? ഞാൻ KPCCയുടെ ഒരു ജനറൽ സെക്രട്ടറി ആ ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണോ? അത് എപ്പോഴും നമ്മൾ ഇവിടുത്തെ പ്രാദേശിക വികാരം അതാണ്. ഇവിടെയായാലും തവനൂരായാലൊക്കെ പ്രാദേശിക വികാരം. പക്ഷേ ആ ഒരു വികാരം മാനിച്ചുകൊണ്ട് പാർട്ടിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. പാർട്ടി എല്ലാ വശങ്ങളും നോക്കിയിട്ടല്ലേ സ്ഥാനാർത്ഥി തീരുമാനം നടത്തുക. ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് പാർട്ടിയുടെ മുന്നിൽ ഇവിടെ റിപ്പോർട്ടുകൾ വരും. പാർട്ടി കുറേ ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി വിലയിരുത്തും ആർക്കാണ് വിജയസാധ്യത,
അവർക്ക് സ്ഥാനാർത്ഥികളാവും. പല പുതിയ മുഖങ്ങളും യുവ നേതാക്കളുടെ പേര് തവനൂർ പൊന്നാനിയിലൊക്കെ ഉണ്ട്. അങ്ങയുടെ പേര് പറയുമ്പോൾ പലപ്പോഴും ചർച്ചകൾ ഉയർന്നു വരുന്നത് 2 തവണ അവസരം കൊടുത്തിട്ടാണ് 2 തവണ പരാജയപ്പെട്ടതല്ലേ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അത് മൂന്നാമതും ഒരു തവണ പരിഗണിക്കുന്നതിൽ അന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തിരിച്ചടിയായത് എങ്ങനെയാകും ബാധിക്കുക? ഞാൻ 2 തവണ പരാജയപ്പെട്ടു എന്നുള്ളതൊരു സത്യമാണ്. എന്നെപ്പോലെ സംസ്ഥാനത്ത് 2, 3, 4 തവണ പരാജയപ്പെട്ടവരൊക്കെ ഇന്നും സീറ്റിന് വേണ്ടി നിൽക്കുന്നു. ഞാൻ ആദ്യത്തെ തവണ പരാജയപ്പെട്ടത് അതിൽ മുമ്പേ MP എങ്ങാനും 28,500 വോട്ടിന് തോറ്റ സ്ഥലത്ത് ഞാൻ 4,000 വോട്ടിനാണ് തോറ്റത്. അതെങ്ങനെ തോറ്റതെന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയാം. ആ ഒരു 4,000 വോട്ടിന് തോറ്റില്ലായിരുന്നെങ്കിൽ 25 വർഷം മുമ്പേ ഈ പൊന്നാനി കോൺഗ്രസ് തന്നെയായിരുന്നു സീറ്റ്. അതിനുശേഷം ഞാൻ മത്സരിച്ചപ്പോൾ 14,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ 5 വർഷം ഉമ്മൻചാണ്ടി സർക്കാർ 6 കോടി രൂപ വെച്ചൊരു MLAക്ക് കൊടുത്തിട്ട് ഇവിടെ വികസനങ്ങൾ നടത്തിയിട്ട് ശ്രീരാമകൃഷ്ണനെതിരെ ഞാൻ 14,000 വോട്ടിന് ഒരു LDF വേവ് ഉണ്ടായിട്ട് ഞാൻ തോറ്റു. അന്ന് പലരുടെയും ഭൂരിപക്ഷം, വിജയിച്ചവരുടെയൊക്കെ ഭൂരിപക്ഷം കുറഞ്ഞു. അതുപോലെ തന്നെ പല സീറ്റുകളും നമുക്ക് നഷ്ടപ്പെട്ടു. പലരും മൃഗീയമായിട്ടാണ് പല സീറ്റുകളും തോറ്റത്. ഞാൻ അന്ന് 14,000 വോട്ട് തോറ്റു. അതിൻ്റെ ശേഷം ഞാൻ സ്വയം മാറി നിന്നു. ബഹുമാന്യനായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ജാഥയിൽ ഞാൻ തന്നെ പ്രഖ്യാപിച്ച ഒരു ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥിയാവട്ടെ, ഞാൻ ഇത്തവണ മാറി നിൽക്കുന്നത്. ഞാൻ മാറി നിന്നു. നന്ദകുമാർ ഇവിടെ മത്സരിച്ചു. അന്ന് പാർട്ടി തോറ്റ 17,000 വോട്ടിനല്ലേ. യെസ്, അങ്ങനെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ തോൽവിയുടെ ചരിത്രവും അതോടൊപ്പം എത്ര വോട്ട് ആണ് കുറഞ്ഞത് എന്നതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ അനുമോദ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു എതിർപ്പുമായി ഈ ജില്ലാ നേതൃത്വം രംഗത്ത് വരുന്ന സാഹചര്യം? അഭിലാഷ, നമുക്കറിയാം തവനൂരും പൊന്നാനിയും ഈ 2 സീറ്റുകളിലേക്കാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും അധികം സ്ഥാനാർത്ഥി മോഹികളുടെ ഒരു പട്ടിക തന്നെ ഉള്ളത്. അവിടെ തന്നെ നമുക്കറിയാം ഇദ്ദേഹം PT അജയ്മോഹൻ പൊന്നാനി 2 തവണ മത്സരിച്ച വ്യക്തിയാണ്. അദ്ദേഹം വീണ്ടും സീറ്റിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവിടെയാണ് കിപ്പിൻ നൗഷാദ് അലി വർഷങ്ങളായിട്ട്, അതായത് 2-1.5 വർഷം മുമ്പ് തന്നെ പൊന്നാനി കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങുകയും അത്തരത്തിൽ വലിയ താഴെ തട്ടിലേക്കൊക്കെ അദ്ദേഹം പലതരത്തിലുള്ള ക്യാമ്പുകളായിട്ടും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സജീവമാവുകയും. അവിടെയാണ് അജയ്മോഹൻ്റെ ഈ വാക്കുകൾക്ക് പ്രസക്തമാവുന്നത്. അവിടെ ആര് സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് ഇപ്പോൾ പറയേണ്ടതില്ല. ആര് പ്രവർത്തിക്കുന്നതും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുക എന്നത് തനിക്ക് അവിടെ വീണ്ടും മത്സരിക്കാനുള്ള അർഹതയുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇനി അവിടെ അല്ലെങ്കിൽ തവനൂരിലും അതേ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. പ്രവർത്തകർക്ക് ആ മേഖലയിൽ നിന്നുള്ള ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയായി വേണമെന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്, ആവശ്യമാണ്. അതും നേതൃത്വം പരിഗണിക്കണമെന്നും അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുമ്പോൾ തവനൂർ പൊന്നാനി സീറ്റുകളിൽ തനിക്ക് അവിടെ ഒരു പരിഗണന വേണം എന്നതും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. പക്ഷെ നമുക്കറിയാം ഏറ്റവും അധികം ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നതും ഈ തവനൂർ മണ്ഡലത്തിലെയുള്ള കോൺഗ്രസിൻ്റെ ആ പട്ടികയിലുള്ള ആളുകളുടെ പേരുകൾ തന്നെയാണ്. അവിടെ സന്ദീപ് വാര്യർ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഏറെക്കുറെ സീറ്റ് ഉറപ്പിച്ച തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവർ പറയുമ്പോൾ, മറുവശത്തെ AM രോഹിതും അതുപോലെ തന്നെ അജയ്മോഹനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുമൊക്കെ തവനൂരിനായി രംഗത്ത് ഇറങ്ങുന്നുണ്ട്. അവിടെയാണ് മുസ്ലിം ലീഗുമായി ഈ തവനൂർ സീറ്റ് വിട്ടുകൊടുക്കുന്നതിൻ്റെ കാര്യവും ചർച്ചയാകുന്നത്. എന്നാൽ അത്തരത്തിൽ ഒരു സീറ്റ് വിട്ടുകൊടുക്കുന്നതിനോട് വൈകാരികമായിട്ട് കഴിയുന്നതല്ല. കോൺഗ്രസിനാകെ 4 സീറ്റുകൾ മാത്രമാണ് ജില്ലയിലെന്നിരിക്കെ തവനൂർ സീറ്റ് വിട്ടുകൊടുത്തുള്ള ഒരു മറ്റൊരു തരത്തിലുള്ള കൈമാറ്റത്തിന് സാധ്യതകൾ വേണ്ടതില്ല എന്നൊരു നിലപാടാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷ നേതാക്കളും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റ് ചർച്ച, ഈ കൈമാറ്റം എന്നുള്ളതിൽ വലിയ തോതിൽ ഇനി മുന്നേറ്റമുണ്ടാകാൻ സാധ്യതയില്ല. തവനൂർ കോൺഗ്രസ് തന്നെ മത്സരിക്കും. കാരണം അവിടെ സന്ദീപ് വാര്യർ അടക്കമുള്ളവരുടെ പേരുകൾ ഏറെക്കുറെ ഇതിനോടകം തന്നെ ധാരണയെത്തുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അറിയുന്നത്. അവിടെ അജയ്മോഹനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. പ്രത്യേകിച്ച് പാർട്ടി അദ്ദേഹത്തിന് ഒരു പരിഗണനയും നൽകാതെ മാറ്റി നിർത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം ഒരുപക്ഷെ അദ്ദേഹത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ പോലും ആലോചിക്കുന്നതായിട്ടാണ് വിവരമുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ തവനൂരിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതിലെ ചർച്ചകൾ വളരെ നിർണായകമാണ്.
തീർച്ചയായും തവനൂരിനൊപ്പം പൊന്നാനിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ തവനൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തോടൊപ്പം തന്നെ തവനൂരിൻ്റെ ചില കണക്കുകൾ കൂടി ഒന്ന് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ഭൂരിപക്ഷത്തിൻ്റെ മാറ്റം എങ്ങനെ എന്നത് സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വളരെ പെട്ടെന്ന് ഒന്ന് ഓർത്തെടുത്തു പോകുമ്പോൾ അവിടെ KT ജലീൽ എന്ന ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥി, അത് ഇടത് സ്വതന്ത്രൻ എന്ന ലേബലിലാണ് പലപ്പോഴും മത്സരിക്കുന്നത്. അത് തവനൂരിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമുക്ക് അറിയാം. അവിടെ KT ജലീൽ വിജയിക്കുമ്പോൾ 70,358 വോട്ടുകൾ നേടിയിരുന്നു എന്നുള്ളതാണ്. ഫിറോസ് കുന്നുപറമ്പിൽ നേടിയതാകട്ടെ 67,794 വോട്ടാണ്. NDA സ്ഥാനാർത്ഥി രമേശ് കുട്ടൈപ്പുറം നേടിയത് 9,000-ൽ അധികം വോട്ടുകളാണ്. അത്രയും സ്വാധീനമേ BJPക്കും NDAയ്ക്കും ഒക്കെ ഉള്ളൂ. ഇവിടെ നമ്മൾ മറ്റൊരു കമ്പാരിസണിലേക്ക് പോകുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പും അതിൽ നിന്ന് എന്തു മാറ്റമാണ് ഇപ്പോൾ ഈ തവനൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന ഒരു ചിത്രം കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. അവിടെയാണ് ഈ ഒരു ആവശ്യം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മോഹികൾക്ക് കൂടുതൽ പ്രതീക്ഷ ലഭിക്കുന്നത്. അതിലാദ്യം 2020 ഫലം നോക്കുക. അവിടെ ഈ തവനൂർ എന്ന നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകൾ, അതിൽ തന്നെ തവനൂർ, എടപ്പാൾ, തൃപ്പങ്ങോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, പഞ്ചായത്തുകൾ, ആ മേഖലയിൽ എല്ലാം തന്നെ UDFന്, പുറത്തൂർ പഞ്ചായത്തിലും UDFനായിരുന്നു 2020 മേൽക്കൈയെങ്കിൽ മറുഭാഗത്ത് LDFനെ സംബന്ധിച്ചിടത്തോളം അവർ നേട്ടമുണ്ടാക്കിയത് കാലടി, മംഗലം, വട്ടംകുളം പഞ്ചായത്തുകൾ എന്നതാണ്. ഇത് 2020 ഡേറ്റയാണ്. എങ്കിൽ ഇനി നമ്മൾ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ചിത്രം എങ്ങനെ മാറി എന്നുള്ളതാണ്. അവിടെ UDF മാത്രമാണ് ചിത്രത്തിൽ ഉള്ളത് എന്നതാണ്. തവനൂർ ഉൾപ്പെടെ അല്ലെങ്കിൽ എടപ്പാൾ, തൃപ്പങ്ങോട്, പുറത്തൂർ, കാലടി അങ്ങനെ നിലനിർത്തിയിരുന്ന മണ്ഡലങ്ങൾ നിലനിർത്തുകയും ഇടത് ഭാഗത്ത് നിന്ന്, അതായത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളല്ല പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിത്രം ഒന്നാകെ മാറിയിട്ടുള്ള സാഹചര്യം കൂടിയാണ് തവനൂരിൽ ഉള്ളത്. അതായിരിക്കാം ഒരുപക്ഷെ ഈ തവനൂരിൽ ഈ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം ഇപ്പോൾ കോൺഗ്രസിൽ വർദ്ധിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.